മറ്റൊരു വിവാദം കൂടി ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മറ്റൊരു ആരോപണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത്, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത്, അവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദിവ്യ എസ് അയ്യർ, IAS ഓഫീസറായ ദിവ്യ എസ് അയ്യർ ഇട്ടൊരു പോസ്റ്റ് പിന്നീട് ഭയങ്കരമായി വൈറലാവുകയും ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയും വലിയ അറ്റാക്ക് അവർക്കെതിരെ ഉണ്ടാവുകയും വിമർശനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നടത്തിയൊരു പരാമർശം ഇപ്പോൾ വീണ്ടും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ എന്താ പറയുക, സൈബർ അറ്റാക്കൊക്കെ എല്ലാവരും നേരിടുന്നതാണ് എന്ന തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ട് സ്മൃതി പരുത്തിക്കാട്. ആ പറഞ്ഞ ആൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ കൂടി ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ്? എനിക്കറിയില്ല, അത് എനിക്കൊന്ന് വാചകം അടർത്തി പറയുന്നതായിരിക്കും, മുഴുവൻ പറഞ്ഞതിൽ നിന്നും ഒരു വരി മാത്രം അടർത്തി പറയുന്നതായിരിക്കാം. സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട കാര്യമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നത്, അതിൻ്റെ തുടർച്ചയായി വന്ന ഒരു വാചകം മാത്രം എടുത്തിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ നാടകം എന്നതിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വിഷയം എനിക്ക് ഓർമ്മയില്ല. ദിവ്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. സർക്കാരുമായി അനുകൂലമായ നിലപാടെടുക്കുന്ന, അപ്പുറത്ത് ശബരിനാഥ് നിൽക്കുന്നു എന്നുള്ള ചർച്ചയല്ലേ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം. സ്ത്രീകൾ വിമർശനത്തിന് അതീതരാണൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു അഭിപ്രായമേ എനിക്കില്ല. ഇപ്പോൾ ആസ് എ മാധ്യമപ്രവർത്തക എന്നെ വിമർശിക്കാം. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് പറയാനുള്ള ഒരു തെറ്റുമില്ല. നമ്മൾ തിരിച്ചു അത് തന്നെയാണ് ചെയ്യുന്നത്. വിമർശനം സ്ത്രീകളോട് പാടില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ അത് അതിനെ പരിധി വിടുമ്പോഴാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്. സൈബർ ഇടത്തിൽ നമ്മളെ വിമർശിക്കുന്നതിനൊരു കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ പരിഹാസമായിരിക്കാം, ചിലപ്പോൾ ട്രോളുകളായിരിക്കാം, കുറേയൊക്കെ നമ്മളത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ച് കാണുന്ന കാര്യങ്ങളാണ്. അതിലപ്പുറമുള്ള മോശം പരാമർശത്തെ ഒരിക്കലും ഞാൻ അനുകൂലിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കൃത്യമായ സംഭവം എന്താണ് ഞാൻ ഓർക്കുന്നില്ല. അത് ഈ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണല്ലോ. അതായത് കെ രാഗേഷ് ഒരു ജില്ലാ സെക്രട്ടറി എന്ന പൊളിറ്റിക്കൽ പോസ്റ്റിംഗിലേക്ക് പോകുമ്പോൾ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ചെയ്യേണ്ട കാര്യമില്ല തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെ ഞാൻ ആ രൂപത്തിലാണ് കാണുന്നുള്ളൂ.